അടുത്ത നാലാമത്തെ പോയിൻ്റാണ് വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. അവർ നിങ്ങളുടെ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ ആൻസേഴ്സ് കാര്യങ്ങളെല്ലാം ഈ വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മിനിമം ഓഫ് 3 ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് ഈ വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ലൈക്ക് നിങ്ങളടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിനായിട്ട് ഒരു ഇൻഫെക്ഷൻ, ക്രോസ് ഇൻഫെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും റിലേറ്റഡ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ IPC എന്ന് പറയും, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, ആ ടീം റിലേറ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അതിനകത്ത് ചോദിക്കുമ്പോൾ പറയുമായിരിക്കും, നിങ്ങൾ വാർഡിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ വാർഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണുകയാണ് നിങ്ങളുടെ കൺസൾട്ടൻറ്റോ നിങ്ങളുടെ മാനേജറോ ഹാൻഡ് വാഷ് ചെയ്യുന്ന ടെക്നിക്സോ കാര്യങ്ങളോ അവർ ചെയ്യുന്ന പോളിസീസ് എന്ന് പറയുന്നത് ട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസോ കാര്യങ്ങളോ റൂൾസോ അല്ല അവർ ഫോളോ ചെയ്ത് ചെയ്യുന്നത്. അതായത് ഇന്നഡിക്വേറ്റ് ആയിട്ടാണ് അവർ, പ്രോപ്പർ അല്ലാതെയാണ് അവർ ഹാൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ക്രോസ് ഇൻഫെക്ഷൻസ് ഉണ്ടാകും, കൊളീഗ്സിന് ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാവാം, പേഷ്യൻറ്റ് ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാവാം, അവർ ചെയ്യുന്ന ഈ ഒരു ഇംപ്രോപ്പർ പ്രാക്ടീസ് ആണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആക്ട് ചെയ്യും എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റോ മാനേജറോ, അപ്പോൾ നമ്മൾ ഒരിക്കലും നാട്ടിലെ ചിന്താഗതി നമ്മുടെ മൈൻഡിൽ വരരുത്. നാട്ടിലാണെങ്കിൽ ഈ പഞ്ചപുച്ഛം അടക്കി നമ്മൾ അവരുടെ അടുത്തൊന്നും പറയാതെ കൺസൾട്ടൻ്റ് ആണെങ്കിൽ നമ്മൾ വാ തുറന്ന പ്രശ്നമല്ലേ, സാറെന്ന് വിളിച്ചില്ലെങ്കിൽ പ്രശ്നമല്ലേ, അല്ലെങ്കിൽ നഴ്സ് മാനേജറോ നഴ്സിംഗ് സൂപ്രണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറയാൻ പറ്റുമോ നമുക്ക്? അവർ തെറ്റ് കാണിച്ചാൽ അവർ തെറ്റ് കാണിക്കുന്നതാണ് ശരി എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ മെഡിക്കൽ കോളേജിലും അല്ലെങ്കിൽ PSCയിലും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരുടെ അടുത്ത് പറയില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെ അല്ല. ഓക്കെ, മാനേജർ ആണെങ്കിലും ശരി, കൺസൾട്ടൻ്റ് ആണെങ്കിലും ശരി, നമ്മളവിടെ സംസാരിക്കണം. ബിക്കോസ് നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താ? പേഷ്യൻ്റ് സേഫ്റ്റിയാണ്, അല്ലെങ്കിൽ ക്രോസ് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അവിടെ IPC, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നിങ്ങളെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഓക്കെ, ഞാൻ ഇന്ന ആളുടെ അടുത്ത്, ഈ ഒരു മാനേജറിൻ്റെ അടുത്താണെങ്കിലും കൺസൾട്ടൻ്റ് അടുത്താണെങ്കിലും പറയും, ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന പോളിസി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ഹാൻഡ് ഹൈജീൻ ടെക്നിക്സ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല, നിങ്ങൾക്കത് വിട്ടുപോയതാണോ, തെറ്റ് പറ്റിയതാണോ, ഓക്കെ, ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ആ ഒരു സ്റ്റെപ്പ് ഇങ്ങനെയാണ് പോവേണ്ടിയിരുന്നത്, നിങ്ങൾ ആ ഒരു നക്കിൾസ് നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ റിസ്റ്റ് ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും ടൈയോ അങ്ങനെ എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ, അതെല്ലാം ക്രോസ് ഇൻഫെക്ഷൻ. അപ്പോൾ അത് നിങ്ങൾ പറയുന്നു എന്ന് പറയാം. ഓക്കെ, ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? അത് കൂടാതെ നിങ്ങൾ മാനേജറിനെ എസ്കലേറ്റ് ചെയ്ത് നമുക്ക് പറയാം. ഓക്കെ, ഒരു സീൻ ഉണ്ടാവണ്ട, നിങ്ങൾ മാനേജറിനെ, നിങ്ങളുടെ നഴ്സ് മാനേജർ ആരാണോ അവരെ നിങ്ങൾ എസ്കലേറ്റ് ചെയ്തു എന്ന് പറയുക എന്താണെങ്കിൽ. പിന്നെ അത് കൂടാതെ നിങ്ങൾ അവിടുത്തെ തന്നെ IPC, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ ടീമിനെ, അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും, അവരെ നിങ്ങൾ അറിയിച്ചു എന്ന് പറയുക. ഇനി ഈ സ്റ്റാഫ് ഒരു വീണ്ടും ചിലപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചൊറിഞ്ഞ് ചോദിക്കാം. ഈ സ്റ്റാഫ് വീണ്ടും ചെയ്യുന്നില്ല, ഈ മാനേജർ ആവട്ടെ അല്ലെങ്കിൽ ഇന്ന കൊളീഗ് ആവട്ടെ, അവർ അത് വീണ്ടും നിങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ തെറ്റായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അവരുടെ അടുത്ത്. ഇനി നമ്മൾ നേരെ അത് എസ്കലേറ്റ് ചെയ്യുക. ഓക്കെ, ഇന്ന ആൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ അവർ കീപ്പ് ഓൺ ഡൂയിങ് ചെയ്യുന്നത് റോങ് പ്രാക്ടീസാണ്, സോ അത് സേഫ് അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയുക. അത് അവർ പ്രോപ്പറായിട്ട് അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരെന്താ വെച്ചാൽ ചെയ്തോളും. പക്ഷേ നമ്മൾ ഉറപ്പായിട്ടും സ്പീക്കപ്പ്, നമ്മൾ സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കണം മസ്റ്റായിട്ടും. ഓക്കെ, ഇതാണ് ഒരു വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന അത് ഹാൻഡ് ഹൈജീൻ ഭയങ്കര കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് മാനേജറോ കൊളീഗോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ വരുന്നതാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സിൽ വരുന്ന ഒരു ഏരിയയാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ NHSലുള്ള ഈ വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് NHSൻ്റെ ഏത് ഇൻ്റർവ്യൂസിലാണെങ്കിലും വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ്. എന്താണ് അത്? പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, പക്ഷേ ഈ 3 കോർ പോയിൻറ്റ്സുകളായിരിക്കും ചോദിക്കുക. അപ്പം കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പം നിങ്ങളിതൊരു ക്വസ്റ്റ്യൻ സെനാരിയോ പറയുക. നിങ്ങൾ വാർഡിൽ നിൽക്കുക, നിങ്ങളുടെ 2 കൊളീഗ്സ് വേറൊരു കൊളീഗിനെ പറ്റിയിട്ട് കുറ്റം പറയുകയാണ്. ഓക്കെ, ഇത് നിയർ ബൈ ഉള്ള പേഷ്യൻറ്റും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയുക? അത് അത്രയും ബാഡ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്, പേഷ്യൻ്റ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്നുള്ള കാര്യമായിരിക്കും പറയുക, ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് പറയാം? ഓക്കെ, ഞാൻ ഒന്ന് പേഷ്യൻ്റ് സേഫ് ആണെന്ന് നോക്കും, പേഷ്യൻറ്റിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കർട്ടൻസോ സ്ക്രീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇടുക. ദെൻ പേഷ്യൻ്റ് അവർ ഓക്കെ ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ കൊളീഗ്സിൻ്റെ അടുത്ത് നിങ്ങൾ ഓക്കെ, നമ്മൾ പേഷ്യൻ്റ് സൈഡിലാണ്, നമുക്ക് ക്ലിനിക്കൽ സൈഡിൽ നമുക്ക് മാറിയിട്ട് സംസാരിക്കാം എന്നൊന്ന് അഡ്വൈസ് ചെയ്ത് പറയുക. അതിനുശേഷം ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെന്തെങ്കിലും പ്രശ്നമാണെന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ, കോൺഫ്ലിക്റ്റ് ആണ്, വഴക്കാവാൻ പോകുന്നുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് മാറി സംസാരിക്കുക. എന്തൊക്കെയാണ് പ്രശ്നം പറ്റിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് ചോദിക്കുക. അല്ലാതെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ചിരുത്തിയല്ല നിങ്ങൾ ചോദിക്കുക, മാറി നിങ്ങൾ സംസാരിക്കുക, ദെൻ ഡിസ്കസ് ചെയ്യുക അവരുമായിട്ട്. നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്തെങ്കിലും റെസൊല്യൂഷൻസ് കണ്ടെത്താം. ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബാൻഡ് ഫൈ നേഴ്സാണ്. ഓക്കെ, അത് നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്കത് അവിടെ വെച്ച് തീർക്കാൻ പറ്റില്ല, നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങളത് നിങ്ങളുടെ മാനേജറിനെ എസ്കലേറ്റ് ചെയ്തു എന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങളുടെ നേഴ്സ് ഇൻചാർജ് ആരാണോ അവരെ നിങ്ങൾ എസ്കലേറ്റ് ചെയ്തിരിക്കണം. പറയുക ഇങ്ങനൊരു സംഭവമാണ്, പക്ഷേ പേഷ്യൻറ്റിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ കർട്ടൻസ് ഇട്ടു, പേഷ്യൻറ്റിനെ റിയസ്റ്റർ ചെയ്തു, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം. ദെൻ ഇവരുമായിട്ട് സംസാരിച്ചു, ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പറയാം.
പിന്നെ പേഷ്യൻ്റ് അടുത്ത് വെച്ചാണ് സംഭവിച്ചത് എങ്കിൽ പേഷ്യൻ്റ് എന്തെങ്കിലും കൈൻഡ് ഓഫ് കംപ്ലയിൻറ്റോ ഇഷ്യൂ റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡോക്യുമെൻറ്റ് ചെയ്യാം. ഓക്കെ, പേഷ്യൻ്റെ അടുത്ത് നിങ്ങൾ അപ്പോളജി പറഞ്ഞു, അത് മാറ്റി പേഷ്യൻറ്റിനെ ഞാൻ ഇൻഫോം ചെയ്തു, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഡോക്യുമെൻറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നിങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ള കാര്യം അവിടെ നോക്കും, മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം ചെയ്തു. അത് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ മാത്രം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് കറക്റ്റ് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ മാത്രം. ദെൻ എന്താ ഇതേപോലെ ലൈൻ മാനേജർ നിങ്ങൾ എസ്കലേറ്റ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ പറയുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സേഫ്. അപ്പോൾ കോൺഫ്ലിക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓരോ ടോപ്പിക്കും റിലേറ്റഡ് ആയിട്ട് ഓരോ ക്വസ്റ്റൻസ് എന്തൊക്കെ വരാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇനി മൂന്നാമത് വരുന്ന കാര്യമാണ് ഇതിനകത്ത് ഈ വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സിൽ നിങ്ങൾ എങ്ങനെ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷനെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രസ്റ്റിനൊക്കെ ഓരോ വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ് ആണ്, അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ ഒരു വാല്യൂസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ നോട്ടിംഗ്ഹാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ടീം NUH എന്ന് പറയുന്ന നമ്മുടെ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ടീം NUH എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ടീം NUHൽ തന്നെ ഓരോ ലെറ്റേഴ്സിനും ഓരോ മീനിങ് ഉണ്ട് അതിനകത്ത്. ഓക്കെ, ഇപ്പോൾ ടീം NUHൻ്റെ T എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് E എന്ന് പറയുന്നത് എംപവർ ആണ്, A എന്ന് പറയുന്നത് അംബീഷ്യസ് ആണ്, M എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ആണ്. ഓക്കെ, ദെൻ NUHൻ്റെ N എന്ന് പറയുന്നത് നർച്ചറിങ് ആണ്, U എന്ന് പറയുന്നത് യുണൈറ്റഡ് ആണ്, ആൻഡ് H എന്ന് പറയുന്നത് ഓണസ്റ്റി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടീം NUH എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ട്രസ്റ്റിനും അവരുടേതായിട്ടുള്ള വാല്യൂസ് കാണും, മനസ്സിലായോ? അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുക. ഇപ്പം ടീം NUHൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലത്തെ ഈ ഒരു റോളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ട്രസ്റ്റിനകത്തുള്ള അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി കീപ്പ് ചെയ്യാനുള്ള. ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പല കൾച്ചേഴ്സാണ് ഇവിടെ, അല്ലേ? ഡിഫറെൻറ്റ് മിക്സഡ് കൾച്ചേഴ്സാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ട് നമ്മൾ ഒത്തു പോകുന്നു. ഇപ്പോൾ പേഷ്യൻ്റ് ആവട്ടെ ശരി, നമ്മുടെ കൊളീഗ്സ് ആവട്ടെ ശരി, എല്ലാം മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ പോകുന്നു എന്നുള്ള കാര്യമാണ്. അല്ലാതെ അവൻ ഇങ്ങനെയാണ്, അവൻ യൂസ് ചെയ്യുന്ന ഇതാണ്, അവൻ്റെ ഫുഡ് ഇതാണ്, അവൻ്റെ കൾച്ചർ ഇങ്ങനെയാണ്, അവൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ കളർ ഇതാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരു രീതിയിലൊരു ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. എല്ലാവരെയും ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ എല്ലാവരുമായിട്ട് നമ്മളൊരു ഡിസിഷൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നൊരു ഡിസിഷൻ മേക്ക് ചെയ്യുക. ഷെയർഡ് ലേണിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ലീഡർഷിപ്പ്, നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഓക്കെ, എന്തുണ്ടെങ്കിലും നമ്മൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യാൻ നമുക്കൊരു ലൈൻ മാനേജർ കാര്യങ്ങൾ കാണും. പിന്നെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ ട്രസ്റ്റിൻ്റെ വാല്യൂസ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. ആൻഡ് ഒരു കൾച്ചറൽ, ഓക്കെ, നമ്മുടെ ഒരു കൾച്ചറൽ രീതിയും നമ്മൾ പ്രോപ്പറായിട്ട് പോവുക. പിന്നെ മെയിനായിട്ട് ഡൈവേഴ്സിറ്റിയിൽ എന്താ, നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുന്നവരാണെങ്കിലും ഒരുപാട് മലയാളീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേഷ്യൻ്റെ ഫ്രണ്ടിലോ കൊളീഗ്സിൻ്റെ ഫ്രണ്ടിലോ ഇരുന്നിട്ട് നമ്മൾ മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതൊരിക്കലും അങ്ങനെ ഒരു ആക്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയർ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവരുത്. അതാണ് ഡൈവേഴ്സിറ്റിയുടെ വേറൊരു സാധനം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരെയും നമ്മളിവിടെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ മലയാളം പറയുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഫിലിപ്പീനോസ് ആവട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരാവട്ടെ, അവർക്കൊന്നും അറിയില്ല ഇവരെന്താ സമയം. അവർ മേ ബി തിങ്ക് ചെയ്യുന്നത് നിങ്ങൾ അവരെ പറ്റി കുറ്റം പറയുന്നുണ്ടെന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരിക്കലും, ഇപ്പം ഞാൻ ഒരു യൂണിറ്റിൽ ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന യൂണിറ്റിൽ നിയർലി 20-22 മലയാളീസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ അവരുടെ അടുത്ത് ഒരിക്കലും നമ്മളെപ്പോഴും അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ മലയാളിയാണെന്ന് എഴുതിയിട്ട് ഒരിക്കലും ആ യൂണിറ്റിൽ ഞാൻ മലയാളത്തിലല്ല അവരുടെ അടുത്ത് സംസാരിക്കുക. എപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ്. ഈവൻ നമ്മൾ എല്ലാവരുടെ അടുത്തും പറയുന്നതും അത് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യണമെന്നുള്ള കാര്യമാണ് മെയിനായിട്ട്. മനസ്സിലായി? നമുക്കിപ്പോൾ ബ്രേക്ക് കിട്ടട്ടെ, നമ്മൾ സ്റ്റാഫിന് നമ്മൾ ബ്രേക്ക് ടൈമിൽ പോട്ടെ, നമ്മൾ പുറത്താവട്ടെ, ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്താവട്ടെ, മലയാളം സംസാരിക്കുക, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു യൂണിറ്റിലാണ്, നമ്മളൊരു പ്രൊഫഷണൽ ഡിഗ്നിറ്റി നമുക്കുണ്ട്, അത് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ റോൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഡൈവേഴ്സിറ്റി വാല്യൂസ് കാര്യങ്ങളെല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് കോമൺ ആയിട്ട് നമ്മുടെ വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സിനകത്ത് വരുന്ന ക്വസ്റ്റൻസ് പറയുന്നത്. ഇനി അടുത്ത ഏരിയ നമുക്ക് നോക്കാം. ഇനി അഞ്ചാമത്തെ ഹെഡിങ് ആണ് മാൻഡേറ്ററി ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. മാൻഡേറ്ററി ക്വസ്റ്റൻസ് പറയുന്നത് നോർമലി ലൈക്ക് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ക്രിമിനൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്ക് വേറെ കൺവിക്ഷൻസോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ വേറെ ക്രിമിനൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവരൊന്നും കൂടെ ചെക്ക് ചെയ്യും, നിങ്ങൾ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ വേറെ ക്രിമിനൽ ഒഫൻസസോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ, അത് നിങ്ങൾ ഓക്കെ ആണെന്നുള്ള കാര്യം. ഇല്ല, എൻ്റെ നോളജിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങളൊന്നും കൂടെ ഉറപ്പിച്ച് പറയുന്നൊരു സംഭവമാണ്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഒരിക്കലും അവർ ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് തരാതെ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യില്ല, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ടോ കാര്യങ്ങളൊന്നും തന്നെ പറയത്തില്ല. നിങ്ങൾ അങ്ങോട്ട് പറയണമെന്ന് ഒരു നിർബന്ധമില്ല, മനസ്സിലായോ? ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളവിടെ എക്സ്പോസ് ചെയ്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, കണ്ടീഷണൽ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ അവർ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഒക്കുപേഷണൽ ഹെൽത്തും ബാക്കി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എന്തായാലും പറയുള്ളൂ അല്ലെങ്കിൽ ചെയ്യുള്ളൂ. ആ ഒക്കുപേഷണൽ ഹെൽത്തിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കും, അതെല്ലാം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാം എന്തായാലും. പിന്നെ ഇവിടെയാണ് നിങ്ങളുടെ റെഫറൻസസ് ചെക്ക് ചെയ്യുക. നിങ്ങൾ റെഫറൻസസ് ഒരു 100 പേരുടെ റെഫറൻസ് ഒന്നും ഒരിക്കലും കൊടുക്കരുത്. ഓക്കെ, നമ്മൾ മിക്കവാറും ഉള്ള ഇൻ്റർവ്യൂസ് നടത്തുന്ന സമയത്ത് ഞാനും കൊടുക്കുന്ന ശീലം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടവരെ എല്ലാവരെയും പിടിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു ആദ്യം. അത്രയൊന്നും കൊടുക്കണം. മിനിമം നിങ്ങൾക്ക് 2 റെഫറൻസ് മാത്രം മതി. നിങ്ങളുടെ കണ്ടക്റ്റ്, ഓക്കെ, എങ്ങനെയാണ് നിങ്ങളുടെ ക്യാരക്ടർ ആൻഡ് കണ്ടക്റ്റ് കാണിക്കുന്ന ഒരു റെഫറൻസും നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള
നിങ്ങളുടെ ലൈൻ മാനേജറിൻ്റെ കാണിക്കുന്ന ഒരു റെഫറൻസ് മാത്രം, ഇത്രയും മതി, ധാരാളമൊന്നുമില്ല. പിന്നെ നിങ്ങൾ 2-3 പ്ലേസസിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള 1-2 പേരുടെ നിങ്ങൾക്ക് കൊടുക്കുക. അല്ലാതെ 7, 8, 10 പേരുടെ ഒന്നും കൊടുത്ത് വെക്കരുത്, അതിൻ്റെ ഒരു ആവശ്യമില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അനുസരിച്ച് തന്നെ ചെയ്യാവുന്നതാണ് എന്തായാലും. അപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി 6ാമത് വരുന്നതാണ് ക്ലോസിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലോസിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് എപ്പോഴും അവർ എന്താ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യത്തിനെ പറ്റി അറിയണോ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പാർക്കിങ്ങിനെ പറ്റിയിട്ടോ പേ ഡേറ്റിനെ പറ്റിയിട്ടോ. ഇപ്പോൾ പേ ഡേറ്റിനെ പറ്റിയിട്ട് പലരും പറയും. ഇപ്പോൾ നമ്മുടെ ട്രസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് പറയും ലൈക്ക് നിങ്ങൾക്ക് 22nd എപ്പോഴും പേ സ്ലിപ്പ് കിട്ടുക, ആൻഡ് 26th നിങ്ങളുടെ സാലറി വരിക. പക്ഷേ ക്രിസ്മസ് ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 20ാം തീയതി തന്നെ നിങ്ങൾക്ക് പേ സ്ലിപ്പ്, അല്ലെങ്കിൽ 19ാം തീയതി നിങ്ങൾക്ക് പേ സ്ലിപ്പ് വരും, 22ാം തീയതി നിങ്ങൾക്ക് സാലറിയും കിട്ടും എന്നുള്ള കാര്യം പറയുമായിരിക്കും. അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് ആനുവൽ ലീവ്സിൻ്റെ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാനും സംശയം ചോദിക്കാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കുറച്ച് നമ്മൾ ക്യൂരിയോസിറ്റി കാണിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇല്ലെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് ഞാൻ പറയുന്നതാണ്, എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഓക്കെ ഫൈൻ, ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുള്ളൊരു ഇതിലോട്ട് വരും കേട്ടോ. അല്ല ബ്ലണ്ടർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കേണ്ട ആവശ്യമില്ല, പറയാം, നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ ജോബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ കരിയർ പ്രോഗ്രഷൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് ചോദിക്കാമല്ലോ അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ രീതിയിലായിരിക്കും എന്നെ അത് പഠിക്കാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ അവർ തന്നെ കേൾക്കുമ്പോൾ വിചാരിക്കും ഓക്കെ ഇയാൾക്ക് കരിയർ പ്രോഗ്രഷന് താല്പര്യമുണ്ട്. അപ്പോൾ അവർ തന്നെ ഓരോ പറഞ്ഞു തരും. ഓക്കെ, നീ എൻഡോസ്കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നീ വരികയാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പല രീതിയിലോട്ട് നിനക്ക് പ്രോഗ്രസ് ചെയ്യാം. നിനക്കൊരു IBD നഴ്സ് സ്പെഷ്യലിസ്റ്റായിട്ട് നിനക്ക് മാറാം, നിനക്കൊരു ക്ലിനിക്കൽ പ്രാക്ടീഷണറായിട്ട് മാറാം, നിനക്കൊരു എൻഡോസ്കോപ്പിസ്റ്റായിട്ട് മാറാം, അല്ലെങ്കിൽ നിനക്കൊരു പെയിൻ സ്പെഷ്യലിസ്റ്റായിട്ട് മാറാം, അല്ലെങ്കിൽ ലിവർ നഴ്സ് സ്പെഷ്യലിസ്റ്റായിട്ട് നിങ്ങൾക്ക് മാറാം. അങ്ങനെ പല ഓപ്ഷൻസ് നിനക്കുണ്ട് എന്നുള്ള രീതിയിൽ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും, മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഡെപ്യൂട്ടി മാനേജർ ആവാം, അല്ലെങ്കിൽ നിനക്ക് ക്ലിനിക്കൽ എഡ്യൂക്കേറ്റർ ആവാം. അങ്ങനെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് ആ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. ആൻഡ് അവരതെല്ലാം നോട്ട് ചെയ്യും, മനസ്സിലായി. ഓക്കെ, ഇന്ന കാൻഡിഡേറ്റിന് ഒരു പ്രോഗ്രഷൻ അവർക്ക് ആവശ്യമുണ്ട്, താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ക്ലോസിംഗ് ക്വസ്റ്റ്യൻസിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി 7ാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യാതൊരു കാര്യമില്ല, നിങ്ങളുടെ ക്ലോസിംഗ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞു. 7ാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർവ്യൂ പാനൽസിലുള്ള ഞങ്ങൾ അസസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അസസ്മെൻറ്റ് എന്ന് പറയുന്നൊരു സ്റ്റെപ്പാണ് ഇതിനകത്ത്. അപ്പോൾ ഈ അസസ്മെൻറ്റിനകത്ത് നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത കാര്യങ്ങളെല്ലാം അസസ് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അസസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ റെലവൻ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഷോർട്ട് ഫോംസിലായിരിക്കും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ എല്ലാം നോട്ട് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും ഞങ്ങൾ. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ പറയുമോ അതെല്ലാം ഞങ്ങൾ എഴുതും. ഓക്കെ, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടായിരിക്കും പോകുക കുറേ കാര്യങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം. കാര്യം അതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം. എത്രയോ കാൻഡിഡേറ്റ്സ് ആയിരിക്കും വരും. ഫോർ എക്സാമ്പിൾ ഒരു ബാൻഡ് 5 ഇൻ്റർവ്യൂ നമ്മളിപ്പം എൻഡോസ്കോപ്പിയിൽ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതിൽ ഏകദേശം നിയർലി 30 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 30ഓളം കാൻഡിഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ ഓരോരുത്തർ പറയുന്ന കാര്യം, ഓരോരുത്തർ ആരൊക്കെയാണ് ഇതിനകത്ത് കോമ്പീറ്റൻറ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം, മനസ്സിലാവും. അപ്പോൾ അതാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആൻസേഴ്സും കാര്യങ്ങളെല്ലാം അസസ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ യാതൊരു റോളും വരുന്നില്ല എന്തായാലും. ഓക്കെ, ഇനി ഫൈനൽ 8ാമത്തെയാണ് ഞാൻ പറഞ്ഞില്ല, കൺക്ലൂഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നത് 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ കോമ്പീറ്റൻ്റ് ആണോ, നിങ്ങൾ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെ, ബാക്കിയുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആൾക്കാരെക്കാട്ടിലും നിങ്ങൾ കോമ്പീറ്റൻ്റ് ആണോ, നിങ്ങൾ സെലക്റ്റഡ് ആവാൻ ഓക്കെ ആണെന്നുള്ള ഒരാളാണോ എന്നുള്ള കാര്യം. അതോ ഇനി നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടാൽ മതിയോ. വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് സംഭവിക്കുന്നതാണ്, നിങ്ങളൊരു 3 മാസത്തെ അവർ ബാക്കിയുള്ള ഫർദർ നോക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മന്തിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ഇടും ചില സമയത്ത്. എന്നിട്ട് ആ സമയത്ത് വേറെ ആരെങ്കിലും കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോൾ വരും, നിങ്ങളെ ആഡ് ചെയ്യും. അത് നമ്മൾ അതിൻ്റെ റിസൾട്ട് നിങ്ങളെ അറിയിക്കുന്ന സമയത്ത് തന്നെ പറയും നിങ്ങളുടെ അടുത്ത്. ഓക്കെ, നിങ്ങൾ ഒന്നുകിൽ സെലക്റ്റഡായി, നിങ്ങൾക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഞങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് അറിയിക്കാം, ഇല്ലെങ്കിൽ അത് കിട്ടാനുള്ള ചാൻസസ് കുറവായിരിക്കും എന്നുള്ള കാര്യം പറയും. ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് സക്സസ്ഫുൾ അല്ല, നിങ്ങൾ കാൻഡിഡേറ്റ് സക്സസ്ഫുൾ അല്ല, അവർ കോമ്പീറ്റൻ്റ് അല്ല എന്നുള്ള കാര്യം നമ്മൾ ചെയ്യും. അങ്ങനെ 3 കാര്യങ്ങളിലോട്ടായിരിക്കും വരിക. അത് നിങ്ങളെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ നമ്മൾ വീണ്ടും കളക്ട് ചെയ്യും, നിങ്ങളുടെ ഇമെയിലും കാര്യങ്ങളെല്ലാം വീണ്ടും കളക്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾ മാക്സിമം ഒന്നുകിൽ ആ സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് തന്നെ നമ്മൾ പറയുമായിരിക്കും. ഇപ്പോൾ വാക്ക് ഇൻ ഇൻ്റർവ്യൂസ് ആണെങ്കിൽ നമ്മൾ സെയിം ഡേ തന്നെ അവരുടെ അപ്പം തന്നെ നമ്മൾ പറയും നിങ്ങൾ സെലക്റ്റഡ് ആയില്ല എന്നുള്ള കാര്യം. ഇല്ല, അല്ലാതെ കോൾ റിലേറ്റഡ് വിർച്വൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിലായിരിക്കും നമ്മൾ ഇൻഫോം ചെയ്യുക. ഇതാണ് നോർമലി ഞാൻ ഇൻ്റർവ്യൂ പാനലിൽ ഇരുന്നിട്ടുള്ള ഇൻ്റർവ്യൂസിന് നമ്മൾ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഏകദേശം ഈ ഒരു 8 കാര്യങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതിൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, ആസ് എൻ ഇൻ്റർവ്യൂ പാനൽ മെമ്പർ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമ്പോൾ ഒരു പ്രോപ്പർ പിക്ചർ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ, എന്താണ് ഒരു ഇൻ്റർവ്യൂവിൽ സംഭവിക്കുക എന്നുള്ളൊരു കാര്യം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കി തരാനും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇൻ്റർവ്യൂസിൽ ഇപ്പം നിങ്ങൾ നഴ്സസായിട്ട് നിങ്ങളിപ്പം നാട്ടിലുണ്ടായിരിക്കും, നിങ്ങൾ കുറേ ഇൻ്റർവ്യൂസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത് ഏത് ഇൻ്റർവ്യൂസിനാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. NHS വേണ്ടി മാത്രമല്ല, ഇനി നിങ്ങളിവിടെ NHSൽ HC ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇതേപോലെ SIFA ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നഴ്സാവാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ നഴ്സിംഗ് ഫ്രണ്ട്സ് ഇതേപോലെ ഒരു ബാൻഡ് 5 ആയിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ടോ ഡിഫറെൻറ്റ് കൺട്രീസിലേക്ക്, ഫോറിൻ കൺട്രീസിലേക്ക്, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അല്ലെങ്കിൽ അയർലൻഡ് പോലത്തെ രാജ്യങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിരിക്കും.
നിങ്ങൾ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക. ആൻഡ് ഈ ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇടുന്നുണ്ട്. എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട കോർ പോയിൻറ്റ്സും കാര്യങ്ങളും ഒരു സീരീസ് ആയിട്ട് തന്നെ ഞാൻ ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങൾ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഇനി പറഞ്ഞ പോലെ ഓരോ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങൾ എടുത്ത് അനലൈസ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇനി ഇടാൻ പോകുന്നുണ്ട് കേട്ടോ, ഒരു സീരീസ് ആയിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ഫോളോ ചെയ്യാം. വേറെ ഏതെങ്കിലും ടോപ്പിക്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നതിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾ ഇനി വരുന്ന ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ മിസ്സായി പോകത്തില്ല. ഈ മനസ്സിലാക്കിയ 8 പോയിന്റുകളും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾ അപ്കമിങ് ഇൻ്റർവ്യൂസിന് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ബാൻ 5 ഇൻ്റർവ്യൂസ് ആവട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസുള്ള ഇൻ്റർവ്യൂസ് ആവട്ടെ, നിങ്ങൾ ക്ലിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പം എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് ആൻഡ് ഗോഡ് ബ്ലസ്. നിങ്ങൾക്ക് കിട്ടട്ടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടി, എവിടെയാണ് കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞുകൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് ഫ്രീ ഡിസ്കഷൻ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യണം. പ്രീവിയസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കുക. അപ്പോൾ അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദു കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.